നമ്മളെ വീഡിയോ ഒരു മുട്ടത്തോട് ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങള് ഇപ്പം ഒരു മുട്ടത്തോടല്ല, നമ്മുടെ വീട്ടില് ഒരുപാട് മുട്ട നമ്മളിപ്പോ കഴിക്കുന്ന താറാമുട്ട അങ്ങനത്തെ ഉള്ള എല്ലാ മുട്ടകളുടെയും തോട് ആണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത്. ഇതാണ് മുട്ടത്തോട്. ഇത് നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന ഇത് 2-3 ദിവസം മുട്ടത്തോടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഉണക്കി പൊടിക്കണം. മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് ചെടികൾക്ക് കുറച്ചായിട്ട് കുഴിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇത് നമുക്ക് കാണാം. ഇത് നമ്മളിനി പൊടിക്കാൻ വേണ്ടി എടുക്കാൻ പോയി. ഇത് 2-3 ദിവസമായിട്ട് ഉണക്കാൻ വെച്ചതാണ് ഈ മുട്ടത്തോട്. നമ്മളിനി മുട്ടത്തോട് പൊടിക്കാൻ പോവാണ്. ഇതാ നമുക്ക് ജാറിലോട്ട് വന്ന ആയിഷ കിച്ചണിൽ കയ്യേറിയിരിക്കുകയാണ് ഗെയ്സ്. ഇട്ടോ അരി ഇട്ടോ. മതി. ഇനി ലോക്കൊക്കെ വെക്കാൻ അറിയോ? അടച്ചിട്ട് പൊടിഞ്ഞോ നോക്കി. അത് കുഴപ്പമില്ല, നോക്കട്ടെ. ഇനി കുറച്ചും കൂടെ പൊടിയാനുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ നമ്മളൊന്നും കൂടെ പൊടിക്കും. പൊടിച്ചോ. മിക്സിയൊക്കെ ഉപയോഗിക്കാറായി. മതിയാക്കിയോ നോക്ക. ആദ്യമേ പൊടിഞ്ഞു. ഓക്കെ, ഇത്രയും പൊടിഞ്ഞപ്പോ തട്ടിയിട. ആ പാത്രത്തിൽ തട്ടിയിട്. വാവോ, ഇവരെല്ലാത്തിലും മത്സരം ഉള്ളതുകൊണ്ട് അടുത്തത് ആമിനെ പൊടിക്കുന്നാണ് പറയുന്നത്. നമ്മളെല്ലാത്തിലും മത്സരമുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇട്. നമ്മൾ ഇത്രയും മുട്ടത്തോടുണ്ട്, നമ്മളിന്ന് ഉണക്കിയെടുത്താണ്. ഇട്. ഒരു സ്മെല്ലില്ലേ? മുടി ഉരുകുന്ന കണക്കത്തെ സ്മെല്ലില്ലേ? മിക്സിയൊക്കെ ഉപയോഗിക്കാൻ എവിടുന്ന് പഠിച്ചു? നോക്ക്, പൊടിഞ്ഞോ നോക്ക്. മാജിക്. ഓക്കെ, അത് മതി. തട്ടിയിട്. വാരിയിട്. ആമിനൊക്കെ പൊടിക്കണോ? ഓടി ഇത് നമുക്ക് വളമാണ്, ചെടിയിടാം. നമ്മളെല്ലാത്തിലും ഇടും. എനിക്ക് മതി. ഒരുപാടായി കഴിഞ്ഞാൽ പുറത്ത് പോകുമായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മൾ അത്ര. എനിക്ക് ലോക്കായ നോക്ക്. മിക്സിയുടെ ജാറ്. എടുക്ക. മുഖം മാറ്റിക്കോ, മുമ്പത്തെ അനങ്ങ് പൊങ്ങി വരും. ഓ മാജിക്. തട്ടിയിട്. നമ്മള് പൊളിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്യണം, ഇല്ലേടാ? ഈ മുട്ടത്തോടൊക്കെ എടുത്ത് വെച്ച് പുകയല്ല, വീട്ടിലുള്ള ചെടികളിൽ മൊത്തം ഇട്ട് വളമാക്കാം. അത് ലാസ്റ്റ് ഇടാം. അത് കുഴപ്പമില്ല. ഇതാക്കേ. ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഈ കൊച്ചു മുഖത്ത്. ഇട്. ഇനി ഒരു ട്രിപ്പ് കൂടെ കാണുമെന്ന് തോന്നുന്നു. ഇട്. ഇനി മതി അടക്കി. ഇനി ഇത് ഒരു ട്രിപ്പ് കൂടെ കാണാം. അപ്പൊ നമ്മള് ഈ ഒരുപാട് ദിവസത്തെ മുട്ടത്തോടാണ് നമ്മൾ ഇത് എടുത്ത് വെച്ചിരുന്നത്, നമ്മൾ ഈ വളത്തിന് വേണ്ടി. എന്തൊരു ഉത്സാഹം നോക്ക് ഗെയ്സ്. തിന്നോ. ആഘോഷമേളമായിരിക്കും എല്ലാവരും മാറുക.
തട്ടിയിട്. ഓരോ തട്ട് പൊട്ടുമ്പോഴും അടിപൊളിയായിട്ട് പൊടിഞ്ഞത്, അടിപൊളിയായിട്ട് പൊടിഞ്ഞു. ജാറൊക്കെ മിക്കവാറും ഇനി നമ്മളിത് വളമാക്കി ചെടിയിലിടുന്നേക്ക് ഉൾപ്പെടുത്തണം. പെട്ടെന്ന് ഇട്, വാരിയിട്. അങ്ങോട്ട് വാരി ഇട്. ഇത്ര പിരിക്കിരി കൈ കൊണ്ട് നടക്കുവാ. അതാ അത്രേ ഉള്ളു, അറിയോ? ഞാനല്ലേ തട്ടിയിട്ടത്. ഇട്, വാരിയിട്. അങ്ങനെ അവസാനത്തെ മുട്ടത്തോട് നമ്മൾ പൊടിച്ച് ഒരു പാത്രത്തിലാക്കി. പക്ഷെ ഇത്രയല്ലേ ഉള്ളൂ, തീർന്നു. മതി, നമുക്ക് അത്രയൊക്കെ മതി. പൗഡർ അത് തട്ടിയിട് പയ്യ. ഇങ്ങനെ നമ്മളെടുത്തിട്ട് കളിക്കാതെ തട്ടടാ അങ്ങോട്ട്. പിന്നെ കഴുവാം. ഇനി നമ്മൾ ഇതെടുത്തോണ്ട് പോയി വളമാക്കുന്ന ചെടികളിലേക്ക് ഇടുന്ന പരിപാടിയാണ് ഇനി കാണിക്കാൻ വേണം അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഒരുമിച്ചാക്കാം. ഇതെല്ലാം മുട്ടത്തോടാണ്. നമ്മൾ ഈ ഒറ്റ ടൈമിൽ എല്ലാ ചെടിക്കും ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂട്ടി വെച്ചത്. അപ്പൊ നമുക്കിത് ഇനി വളമാക്കി ഇടുന്നതിനോട്ട് പോവാം. ഓക്കെ, വാ. നമ്മളിലെ മണ്ണ് തോണ്ടിയ എല്ലാ കൈ ഉണ്ടല്ലോ, ആ സാധനം ഇവിടെ, ആ സാധനത്തില് ദാണ്ട് ഇവിടെ ഇരിക്കുന്നു. ചെടിയിൽ തുരക്കണം അല്ലേ? അപ്പൊ ഉമ്മ പറയുന്നത് ഇത് ഇടണ്ടുള്ള രീതിയാണ്. ശകലച്ച് തുരന്നിട്ട് വേണം. ബോഗൻവില്ലയിലാണ് ഇടുന്നത് എല്ലാം. ഇത് ഇടണ്ടുള്ള രീതി എന്ന് പറയുന്നത് ചെടിയിൽ കുറച്ച് മണ്ണ് മാറ്റണം. അത്രയും മാറ്റണ്ട, ഒരു സൈഡ് മാത്രം മാറ്റിയാൽ മതിയാ. ഒരു കൈ ഇത്തിരി കൂടി ഇട്. അത് തന്നെ അമ്മ, ഒരു സൈഡ് ഇട്ടാ മതിയാ. ഇത് ഒരു സൈഡ് ഇട്ടാ മതിയാ. ഇതാണ്ട് ഈ മുളകില് ചെറുതായിട്ട് ഞാൻ ചെയ്യാടെ, നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. ഓക്കെ, ഭയങ്കര നിർബന്ധം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സൈഡ് ഇട്ടാ മതിയാമ്മ. ഇത് ഒരു ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ കുഴിയെടുക്കണം. കുഴിയെടുത്തിട്ട് എന്നിട്ട് അവിടെ ഇങ്ങനെ ഈ പീറ കയ്യിൽ എത്ര കൊള്ളാൻ ഇത്തിരി കൂടെ വാരിയിട്. ഇത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കില് അതും കൂടി എല്ലാം കൂടി അങ്ങ് മിക്സ് ആവും. ഇത്തിരി കൂടെ ഇട്. മാമായാണ് കുഴിക്കാൻ പോണത്. ആർക്കും അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ടാണ് കുഴിക്കുന്നത്. സംഭവം ഇങ്ങനെയൊക്കെയാണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താലും പെർഫെക്റ്റ് ഇല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഒന്നും കണ്ടില്ല, കാണാൻ പറ്റുന്നില്ല മാമയുടെ കൈ കാരണം. അടുത്തത് ഈ കാണിക്കാം. മാമയുടെ കൈ കൊണ്ട് ഒരു ആനപ്പിടി. ഇത് നമ്മളെ നാരങ്ങക്കുട്ടനാണ് ഇപ്പൊ ഇട്ട് കൊടുത്തത്. ഇനി ഏതില്ല പടപടാന്ന് പറഞ്ഞ പടപടാന്ന്. മുളക് കൈ കൊണ്ട് ചെറുതായിട്ട് മാറ്റിയാൽ മതി. കാര്യം അതിൻ്റെ വേരിൽ വന്ന് കയറുമെന്നുള്ളത് എനിക്കൊരു പേടിയാണ്. അപ്പുറത്തുണ്ട്. ആമിനയുടെ കയ്യിലും വേണ്ടില്ലയുടെ മുകളിലൊക്കെ കൊണ്ടാകെ നശിച്ച്. അയ്യോ, ജീവിതം നശിച്ചേ. അയ്യോ,
പുതിന അതാണ്ട് ഈ പുതിന പുതിന ഗെയ്സ്. ഇത് നമ്മൾ കടിഞ്ചായയിലിട്ട് കുടിക്കണം ഗെയ്സ്. അടിപൊളി രുചിയാണ്. ഭയങ്കര തള്ളു ഗൈസ്, ഭയങ്കര തള്ള. അത് കുടിച്ചവർക്ക് അറിയാം. എനിക്ക് അറിയാം കേട്ടോ. ഇവിടെ നമ്മളെ പച്ചമുളകാ. പച്ചമുളകാണ് ഗൈസ്. എന്തായിരുന്നു? മലക്കറി മുളകാ, അങ്ങനെ എന്തോ മുളകാണ് ഗൈസ്. മലക്കറി മുളക്. പേടിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ. അടുത്ത മുളക് ഇത് ഉണ്ട മുളകാണ് ഗൈസ്. ഇന്നലെ ഞാൻ അങ്ങോട്ട് തൂത്തതേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട. അതല്ല, ഇതിന്റെ വേര് പൊട്ടുവന്നു. ഇത്രേ ചെടികൾ നമ്മളെ വീട്ടിലുണ്ട് ഇപ്പൊ. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഇടണം. ഇങ്ങോട്ട് എവിടെ തീർക്കാം. ഓക്കെ. കൈ പൊള്ളി. ഇത് നമ്മളെ അവോക്കാഡോ. അത് ഉമ്മി ഓരോ ഹോളിൽ ചെരുവി വെച്ചതാ. വലിയ വലിയ ഹോളുകൾ കാണാം, അപ്പൊ ഇതിന്റെ വെള്ളം അങ്ങ് പോവും. ഓ, അങ്ങനെ എടുത്തു വെച്ചതല്ലേ? അല്ലാതെ ഒന്നും വെക്കാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. അതുപോലെ കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല ഈ വെയിലത്ത്. എന്താ ഇത് പറത്തി മുഖത്തൊക്കെ ഇട്ടുന്നു. അങ്ങോട്ടുണ്ട് മൈലാഞ്ചി, ഷുഗർ ചീര, ഷുഗർ ചീര. നല്ല തണുത്ത വെള്ളം. മുട്ടത്തോടൊന്നും ഇങ്ങോട്ട് നീക്കി വെക്കരുത്. എനിക്ക് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. വെള്ളം കുടിക്കാം. ഒരുപാട് കൊണ്ടുവന്നോ ഒറ്റ അടിക്ക് മാമ ഫുള്ള് തീർത്ത് നമുക്ക് നല്ല അടി. ചീര നല്ലത്. ഇത് നമ്മളെ മൈലാഞ്ചിയാ. അത് ഷുഗർ ചീര ആയിരുന്നു. ഷുഗർ ചീരയുടെ വേര് കണ്ടോ ഗൈസ്? ഇതാണ് ഷുഗർ ചീരയുടെ വേര്. ഇത് ആ കല്ലിൽ പിടിച്ച് അടിയിലോട്ട് പോയിരിക്കുവാണ്. പിന്നെ ഇടുന്ന സ്ഥലത്തൊക്കെ വന്നിരുന്ന പിന്നെ തള്ളിയിടാൻ ഭയങ്കര ചൂട് ഗൈസ്. കാലാവസ്ഥ അത്ര ഗൈസ്. വീണേനെ ഈ 3 കറ്റാർ വാഴ. ഇനി 3 കറ്റാർ വാഴയ്ക്ക് നീ എന്താണ് കാണിക്കുന്നത്? ഇത് കറ്റാർവാഴയുടെ ഇതെങ്ങനെ കാണാൻ നോക്കും? കടലിനക്കര പോണോ കാണാം. അപ്പുറത്തെ സൈഡിലുണ്ട്. കടലിനക്കര പോണോരെ കാണാൻ പറ്റുന്നില്ല. മണ്ണ് കാണാൻ പറ്റുന്നില്ല. കടലിനക്കര പോണോരെ കാണാ കുഞ്ഞിവ പോണോരെ. ഇതിന്റെ പേര് പോലും കാണാൻ പറ്റുന്നില്ല. ഫുള്ളങ്ങ് മണ്ടയിലോട്ട് ഇട്ടോട്ടാണ് നമ്മളെല്ലാ പ്ലാന്റിനും ഇട്ടു. പക്ഷെ അപ്പുറത്ത് വേപ്പുണ്ടായിരുന്നു, അങ്ങനെ അവക്കാട് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും തീർന്നു പോയി ഗൈസ്. അവർക്ക് തീറ്റ കിട്ടിയില്ല ഗൈസ്.
നീ അത് അവിടെ കൊണ്ടുവച്ചാണ്. എന്താണ് ഗൈസ്? ഒരു കുരുമുളക് കൊണ്ട് ചതച്ചിട്ട് നമുക്ക് കിണറ്റിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി എരിവ് കിട്ടും. എന്നാ ഇട് നോക്കട്ടെ. എഗ് പൗഡർ. അപ്പം നമ്മൾ ഒട്ടുമിക്ക പ്ലാന്റ്സിലും ഓൾറെഡി മുട്ടത്തോടിന്റെ പൊടിയിട്ട് മാമ കഷ്ടപ്പെട്ട് പറ. പിന്നെ ഇതെന്താ ഇത്? കുരുമുളക് ഉണക്കാൻ വെച്ചത്. പറ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഇതേപോലെ മുട്ടത്തോടൊക്കെ അപ്പോൾ എല്ലാവരും ഇതേ കണക്ക് മുട്ടത്തോട് ശേഖരിച്ച് വെച്ച് പൊടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല വളമാണല്ലേ. ഇതേ കണക്ക് നമ്മൾ ഈ മുളകൊക്കെ ഒരുപാട് തവണ പിച്ചിപ്പുണ്ട്. വാഴയുടെ കുഞ്ഞു വാഴയൊക്കെ സൈഡിൽ നിന്ന് കിളിച്ചു വരുന്ന ഗെയ്സ് കണ്ടോ. ഇതെല്ലാം നമ്മൾ വളമിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഉമ്മ വളമിട്ട്. ഓക്കെ, അപ്പം വീഡിയോ ഉണ്ട്. നമ്മൾ ഈ മുട്ടത്തോടിന്റെ ഒക്കെ പൊടി ഇട്ട് താണ്ട ഈ മാങ്ങയ്ക്ക് കണ്ട മാങ്ങ പൂത്ത് കണ്ട. അല്ലല്ല, നമ്മള് കൃഷി ചെയ്തില്ല. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ.